റിയൽമി എന്ന ബ്രാൻഡിൽ നിന്നൊരു പുതിയ സീരീസ് റിയൽമി പി സീരീസ്. ആ സീരീസിലെ ആദ്യ ഫോൺ റിയൽമി P1 നമുക്ക് പരിശോധിക്കാം. റിയൽമി P1ന്റെ വിശേഷങ്ങൾ. അപ്പോൾ നേരത്തെ റിയൽമി നമ്പർ സീരീസിൽ ഫോണുകൾ പുറത്തിറക്കുമായിരുന്നു. അതായത് റിയൽമി 12 സീരീസ് ആണ് ഏറ്റവും പുതിയത്. നാർസോ സീരീസ് ഉണ്ടായിരുന്നു, ഒരു സി സീരീസ് ഉണ്ടായിരുന്നു. സി സീരീസിലെ ഫോണുകൾ വളരെ വിലക്കുറവിൽ പുറത്തിറക്കിയിരുന്ന കൂടുതൽ ഫോണുകളും 4G ഫോണുകളായിരുന്നു സി സീരീസിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിയൽമി കൂടുതലും 5G ഫോണുകളിലേക്ക് മാറിയിട്ടുണ്ട്. 4G ഫോണുകൾ ഇപ്പോൾ അങ്ങനെ ഇറക്കി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ സി സീരീസ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. അതിന് പകരം ഇതുപോലെ വില കുറഞ്ഞ 5G ഫോണുകൾ ഇറക്കാനായിട്ട് ഒരു പുതിയ സീരീസ് കൊണ്ടുവന്നതാണോ പി സീരീസ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. സാധാരണ റിയൽമി ഫോണുകൾ വരുന്ന കണക്ക് എന്നുള്ള ഒരു ബോക്സ്, മഞ്ഞ ബോക്സ്, ഇവിടെ P1 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഓർക്ക് 5G ഫോണാണ്. ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് റിയൽമി ഉയർത്തി കാണിക്കുന്നത് ദി ഫാസ്റ്റസ്റ്റ് ചിപ്സെറ്റ് അണ്ടർ 15K എന്നാണ്. അതായത് 5G ചിപ്സെറ്റ്, വേഗതയേറിയ ചിപ്സെറ്റ്, അതും 15,000 രൂപയിൽ താഴെ എന്ന പ്രത്യേകതയുമായിട്ടാണ് ഈ ഒരു ഫോണിനെ റിയൽമി ഇറക്കുന്നത്. അപ്പോൾ 15,000 രൂപ എന്ന് പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ബാങ്ക് ഓഫറിലായിരിക്കും ഒരു പക്ഷേ 15,000 രൂപയിൽ താഴെ നിലനിർത്തുന്നത്, അറിയില്ല. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിന് ഒരു സ്പെഷ്യൽ കളറുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നോക്കാം. സാധാരണ ഒരു പേപ്പർ ബോക്സ്, അതിനകത്ത് ഇത്തരത്തിൽ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ ബോക്സി ഫോൺ ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സിം ഇജക്ടർ പെൻ, യൂസർ മാനുവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഇരിക്കുന്നു ഫോൺ. അതിലേക്ക് നമുക്ക് വരാം. വേറെ ഉള്ളതെന്ന് പറയുന്നത് 45 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്തുണ്ട്. A to C ചാർജിങ് കേബിളും ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും ഹെഡ്സെറ്റ് ഒന്നും ഒരു ഫോണിന്റെ ബോക്സിലും വരാറില്ല. യെസ്, നമുക്ക് ആ ഫോൺ കണ്ടേ. റിയൽമിയുടെ ആദ്യ P1 ഫോൺ പീകോക്ക് സ്റ്റൈൽ കളറാണ് ഈ ഒരു ഫോണിനകത്ത് റിയൽമി കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല രസമുണ്ട്. ഒരു ബ്രഷ് സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ഫെദർ ഫിനിഷ് ഒക്കെയാണ് ആ ഒരു സ്ട്രോക്കിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ റിയൽമിയുടെ അടുത്തിടെ ഇറങ്ങിയ പല ഫോണുകളുടെയും ഡിസൈൻ ഏതാണ്ട് ഇപ്പോൾ ഐഡന്റിക്കൽ ആയിട്ട് മാറി. ഈ ഒരു വലിയ റൗണ്ട് ക്യാമറ മൊഡ്യൂൾ ഇത് ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡൊക്കെ ഇത്തരത്തിൽ ബോക്സി ഫ്ലാറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്കിന്റെ സെയിം കളറാണ് ഈ ഒരു സൈഡ് ഫ്രെയിമിനും കൊടുത്തിരിക്കുന്നത്. വലിയൊരു കാര്യം, 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. മുകളിൽ സ്പീക്കർ ഗ്രില്ലുണ്ട്, മൈക്രോഫോൺ ഉണ്ട് സെക്കൻഡറി, അതുപോലെ വോളിയം റോക്കേഴ്സ് പവർ ബട്ടൺ, താഴെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല്, അതുപോലെ സിം ട്രേ. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അതായത് ഒരേ സമയം 2 നാനോ അല്ലെങ്കിൽ 1 നാനോ ഒരു മെമ്മറി കാർഡും ഇടാം. ബൂട്ട് ചെയ്യുമ്പോൾ റിയൽമി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കും. ഈ ഒരു ഫോണിന്റെ ബാക്ക് ഒരു ചെറിയ ഒരു ഹോളോ ഫീൽ ഉണ്ട്. ഒരു ഭയങ്കര കട്ടി ഫീൽ ചെയ്യുന്നില്ല ബാക്ക് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ. എന്തായാലും കാണാൻ നല്ല ലുക്ക് ഉണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 7.97mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്. വെയിറ്റും കാര്യമായിട്ട് കൂടുതലൊന്നുമില്ല. 188 ഗ്രാം ഭാരം മാത്രമേ ഈ ഒരു ഫോണുള്ളൂ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് ഇതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 15,000 രൂപയിൽ താഴെയാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ പ്രൈസ് പോയിന്റിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ ഈ പറയുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഒക്കെ കൊടുക്കുന്നു എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ വലിയ നേട്ടമായിട്ട് തന്നെ വേണം പറയാം. അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ബെസൽ നോക്കി ഓവറായിട്ടുള്ള ബെസലൊന്നും അല്ല. എല്ലാം ഒരു യൂണിഫോം സൈസിലുള്ള ഒരു മിനിമം സൈസാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കർവുകളുടെ സൈസ് കണ്ടില്ല, അവിടുത്തെ ബെസൽ ഒരു അല്പം 4 കർവിൽ ഒരു അല്പം കൂടി നിൽക്കുന്നതായിട്ട്, വളരെ കുറച്ച് കൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഡിസ്പ്ലേ വിഭാഗം നല്ല ക്ലീൻ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മുത്തായിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ 2024 ഇറങ്ങിയ 100 ഫോൺ എടുത്താൽ അതിനകത്ത് 90 ഫോണുകളും AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ്. അപ്പോൾ എത്ര വില കുറഞ്ഞ ഫോണുകൾ ഇപ്പോൾ AMOLED ഡിസ്പ്ലേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെന്തായാലും ഈ ഒരു ഫോണിനകത്തും അങ്ങനെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ അകത്ത് 2000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ നേരത്തെ റിയൽമി ഒക്കെ തന്നെ പുറത്തിറക്കിയ മറ്റു ഫോണുകളിലൊക്കെ പോലും 600 നിറ്റ്സ് ഒക്കെയാണ് ബ്രൈറ്റ്നസ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം ഈ ഒരു ഫോണിന്റെ പ്രൈസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ആണെന്ന് പറയേണ്ടി വരും. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7050 എന്ന് പറയുന്ന 5G പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ മാക്സിമം നമുക്ക് 8GB റാമും 256GB ഇന്റൽ സ്റ്റോറേജും കിട്ടും. ഇതിന്റെ റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X ആണ്. എന്നാൽ സ്റ്റോറേജ് ടൈപ്പ് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ്. UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെ വേണമെങ്കിൽ അതിനെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരു വിഷയമല്ല, ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല ഒരു സ്മൂത്ത്നെസ് ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു 10-15 മിനിറ്റ് ആയിട്ട് കളിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് റിയൽമി P1 സമ്മാനിക്കുന്നത്. കൂടാതെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂടായാൽ അതിനെ പെട്ടെന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി പോലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ബോക്സിനോടൊപ്പം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, എന്നാൽ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേറെ പല ഫോണുകളിലും വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാതെ വന്നിട്ടുണ്ട്, വന്നവയും ഉണ്ട്. എന്തായാലും അത് വേണമെങ്കിൽ ചെറിയ കുറവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നീടുള്ളത് 2 മെഗാ പിക്സലിന് പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഡെപ്ത് സെൻസറാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ബാക്ക് ക്യാമറയിൽ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം, 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, അത് മാത്രം നോക്കിയാൽ മതി. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 16 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വന്നാൽ നൈറ്റ് ഫോട്ടോകൾ എടുക്കാൻ ഡെഡിക്കേറ്റഡ് മോഡ് ഉണ്ട്, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ എടുക്കാം. എന്നാൽ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD 30 FPS വീഡിയോകൾ എടുക്കാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല, അത് കുറവല്ല ഈ പ്രൈസ് പോയിന്റിൽ. ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ഇല്ല, 1x ഉം 2x ഉം ആണുള്ളത്. പിന്നെ പോർട്രേറ്റ് മോറിലേക്ക് വന്നാൽ ഇത്രയും ഫീച്ചേഴ്സും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തതാണ്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 14 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ ലേറ്റസ്റ്റ് UI ആയിട്ടുള്ള റിയൽമി UI 5 ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽമി ഫോണുകളുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയുന്ന കുറ്റങ്ങളിലുള്ള ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് പോലുള്ള ആപ്ലിക്കേഷൻസിന്റെ ധാരാളിത്തം ഈ ഒരു ഫോണിനകത്ത് ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട്. പക്ഷേ നേരത്തെയുള്ള റിയൽമി ഫോണുകളുടെ അത്രയില്ല. എനിക്കൊന്ന് അവർ കുറച്ചിട്ടുണ്ട് റീസെന്റ് ആയിട്ട്. നമ്മളെ പോലുള്ളവർ ഇത് കുറ്റം പറയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കുറച്ചിട്ടുണ്ട്. എന്തായാലും ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒക്കെ ഈ ഒരു ഫോണിനകത്തും ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ അതൊന്നും വലിയ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു ഫോണിനകത്ത് അതുപോലെ കൊടുത്തിരിക്കുന്നത്. അതും ഈ പ്രൈസ് പോയിന്റിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരുവിധം ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഈ ഒരു ഫോണിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് IP54 ഫ്ലാഷ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മഴത്തുള്ളികളെയൊക്കെ പ്രതിരോധിക്കാൻ ഈ ഒരു ഫോണിനകത്ത് സാധ്യമാണ്. കൂടാതെ മിനി ക്യാപ്സൂൾ എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് റിയൽമിയുടെ ചില മുൻകാല ഫോണുകളൊക്കെ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് ആണത്. നമ്മൾ ഇതുപോലെ ചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? മാത്രമല്ല റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കൈ നനഞ്ഞിരിക്കുകയോ ഫോണിന്റെ ഡിസ്പ്ലേയിൽ വെള്ള തുള്ളികൾ ഉണ്ടെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ഇത് സെൻസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യും ഡിസ്പ്ലേ കൃത്യമായി. അത്തരം ഒരു ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 15,000 രൂപയിൽ താഴെ റിയൽമി തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മികച്ച ഫോൺ തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ബൈ ആണെന്ന് പറയേണ്ടി വരും. ഒരു അണ്ടർ 15,000 നമുക്ക് 5G കിട്ടുന്നുണ്ട്, ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറ, കാണാൻ നല്ല ലുക്കുള്ള ഫോൺ, അതുപോലെ മനോഹരമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം പല ഫോണുകളിൽ ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് കുത്താനുള്ള 3.5 ഓഡിയോ ജാക്കില്ല, അതുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് കാണാറില്ല, അതുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം ഡീസെന്റ് ആയിട്ട് ഈ ഒരു ഫോണിനകത്ത് റിയൽമി കുത്തി നിറച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. എന്നാൽ ഒരു ഒറ്റ പോരായ്മയെ ഞാൻ ഈ ഫോണിനകത്ത് കാണുന്നുള്ളൂ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ കാണുന്ന കുറവ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് വിശേഷമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.